ദേഷ്യത്തിന്റെ ഒരു നിമിഷം ക്ഷമിച്ചാൽ ദുഃഖത്തിന്റെ 100 ദിവസങ്ങളിൽ നിന്നും രക്ഷ നേടാം. ക്ഷമ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാനുള്ള കഴിവല്ല, കാത്തിരിക്കുമ്പോഴും നല്ല മനോഭാവം നിലനിർത്തുന്നതാണ്. നമ്മെ മുറിവേൽപ്പിക്കുന്നവരോട് നമുക്ക് ചെയ്യാൻ കഴിയുക 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ പക വീട്ടാം, അല്ലെങ്കിൽ പൊറുക്കാം. പക വീട്ടാൻ ശ്രമിക്കുന്നവർക്ക് സ്വയം നഷ്ടപ്പെടും. പ്രതികാരം എന്ന ചീണ്ടക്കുളത്തിൽ കുടുങ്ങിയാൽ പിന്നെ പ്രതിയോഗികൾ വലിച്ചിഴയ്ക്കുന്നിടത്തേക്ക് പോവുകയേ മാർഗമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വരുന്ന 100 ആളുകളെക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക്. ക്ഷമ കരുത്താണ്, കഴിവുകേടല്ല. നിനക്ക് ബാധിച്ച വിഷമങ്ങളെ ക്ഷമിക്കുകയും ചെയ്യുക തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത്. ഒരു തെറ്റ് സംഭവിച്ചാൽ ക്ഷമ ചോദിക്കാൻ, എന്നാൽ അത് വിശ്വാസം തകരുമ്പോൾ ആകരുത്. ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകും, എന്നാൽ ഒരിക്കലും വിശ്വാസം തകർക്കരുത്. കാരണം ക്ഷമിക്കാൻ എളുപ്പമാണ്, എന്നാൽ അത് മറക്കാനും വീണ്ടും വിശ്വസിക്കാനും ചിലപ്പോൾ കഴിയാതെ വരും. ആരാണ് നിന്നോട് കൂടുതൽ ദേഷ്യപ്പെടുന്നത്, ആ ഒരാളാണ് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും. അത് നീ മനസ്സിലാക്കാതെ പോയാൽ അതാണ് നിന്റെ ഏറ്റവും വലിയ നഷ്ടം. അവരുടെ ജീവിതത്തിൽ നമ്മെ തള്ളി മാറ്റാൻ എളുപ്പമെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിൽ ജീവിച്ചതിന് അർത്ഥമില്ലാതെയാകുന്നു. തോറ്റുപോയവന്റെ ആത്മകഥ വായിക്കണം, അല്ലെങ്കിലും ജീവിതത്തിൽ ജയിച്ചവരെക്കാൾ കൂടുതൽ തോറ്റവർക്ക് പറയാനുണ്ട്. നമ്മൾ കണ്ട സ്വപ്നങ്ങൾ ഒരു നാൾ നമ്മെ തേടി വരും. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ നിങ്ങൾ പൊരുതിയിട്ടില്ലെങ്കിൽ പിന്നെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് കരയാൻ നിങ്ങൾക്ക് അർഹതയില്ല.